എങ്ങനെയുണ്ട് ഇത്തവണ തത്തസമയം? അടിപൊളിയാ. ഓണത്തിന്റെ തുടക്കം നാളാണ് അത്തം എന്ന് പറയുന്നത്. പണ്ട് തൃപ്പൂണിത്തുറ തെരുവുകളിലൂടെ കൊച്ചി മഹാരാജാവ് തന്റെ പ്രജകളോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു മഹോത്സവമാണ് ഇന്ന് അത്തച്ചമയമായി അറിയപ്പെടുന്നത്. അന്ന് ജാതി മത ഭേദമന്യായിരുന്നു അന്ന് ഈ ഒരു ഉത്സവം ആഘോഷിച്ചിരുന്നിട്ടുള്ളത്. അപ്പോൾ രാജവാഴ്ചയ്ക്ക് ശേഷം ഇന്നും ജനങ്ങൾ അത് മഹോത്സവമായി ഏറ്റെടുത്തുകൊണ്ട് ഒരു ജനകീയ ഉത്സവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ അത്തച്ചമയ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അത്തസമയത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മതസൗഹാർദ്ദം തന്നെയായിരുന്നു. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ യാതൊരു ഭേദവും ഇല്ലാതെയാണ്, യാതൊരു ജാതിമത ഭേദവും തന്നെയായിരുന്നു അന്ന് കലകൾ അവതരിപ്പിച്ചിരുന്നത്. അന്ന് ഈ സൗഹൃദത്തിന്റെ കൂടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതാണോ? നമുക്കത് സംശയിക്കേണ്ടത് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഇന്നും അത്തസമയം കേരളത്തിന്റെ സംസ്കാരത്തിന്റെ മുഖച്ഛായ തന്നെയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ അത്തസമയം? വളരെ നന്നായിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു. വെയിലൊക്കെ ഉണ്ടെങ്കിലും എല്ലാരും സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് അത്തസമയത്തിന് വന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പോഴിതുപോലെ തന്നെ കലാരൂപങ്ങളിൽ ഉണ്ടായിരുന്നു? അന്ന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ശരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇതിന്റെ ചരിത്രം എന്താണെന്ന് അറിയോ? സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര കാര്യമായിട്ട് അറിയില്ല. പണ്ട് തൊട്ടേ നടക്കുന്ന ഒരു സംഭവമാണെന്ന് അറിയാം. ഓക്കെ, ശരി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ബൈറ്റ് എടുത്തോട്ടെ. എങ്ങനെയുണ്ട് ഇത്തവണ സത്യസമയം? അടിപൊളിയാ. അടിപൊളിയാണോ? ഇതിനു മുൻപ് വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ഈ ഒരു പെൺകുട്ടിയായിട്ട് എന്തുകൊണ്ടാ മാവേലി വേഷം കെട്ടാൻ തീരുമാനിച്ചത്? അങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞപ്പോ എനിക്ക് തോന്നി. അത്തസമയൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളി. ഞങ്ങൾ 2020 പ്രവർത്തകരാണ്. ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ ഈ വരുന്ന ഇലക്ഷന് നമ്മുടെ ഈ തൃപ്പൂണിത്തുറ നിവാസികൾക്ക് തന്നെ എല്ലാവർക്കും അനുകൂലമായിട്ട് ഞങ്ങൾ ഇവിടെ ഇലക്ഷൻ സ്ഥാനാർത്ഥികൾ നിർത്തുന്നുണ്ട്. അതിന്റെ സന്തോഷത്തിലാണ്. ഇപ്പൊ ഒരുപാട് പേർക്ക് ഞങ്ങൾക്ക് മോരുവെള്ളം കൊടുക്കാൻ സാധിച്ചു. എല്ലാവരും ഹാപ്പിയാണ്. ഒരുപാട് പേര് വന്ന് സന്തോഷം പറഞ്ഞു. ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ, ഒരു വർഷമായിട്ട് പ്രവർത്തനമുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും. ഇതിന്റെ ചരിത്രം ഒന്ന് പറയാമോ? 2020 അത്താഘോഷം അത് വർഷങ്ങളായിട്ട് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഓർമ്മ മുതൽ എന്റെ അച്ഛന്റെ സ്ഥലം തൃപ്പൂണിത്തുറയാണ്. അന്ന് മുതൽ ഞങ്ങൾ ആഘോഷം കാണുകയാണ്. തൃപ്പൂണിത്തുറ അത്താഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശേഷമാണ്. ഓണാശംസ. ഓക്കെ, താങ്ക് യു. ഇതുപോലെ തന്നെ അത്തസമയം പോലെ തന്നെ ഓണം അടിപൊളിയാവും. ആവട്ടെ, എല്ലാവർക്കും. എങ്ങനെയുണ്ട് ഇത്തവണ അത്തസമയം? നന്നായിരിക്കുന്നു. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാം. ഇതിപ്പോ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്, അത്തസമയം തുടങ്ങിയിട്ടെന്ന് അറിയാമോ? അതറിയില്ല. ഇതിന്റെ ചരിത്രം എന്താണെന്ന് അറിയോ? അതറിയില്ല. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കലാരൂപം ഏതാ ചേട്ടന്റെ? വന്നിട്ടില്ല, കാണണല്ലേ ഉള്ളൂ, കണ്ടോണ്ടിരിക്കണേ ഉള്ളൂ. ഇതുവരെ വന്നതിൽ വെച്ചിട്ട് പണ്ട് ആദ്യം മുതലേ ഉള്ളതിൽ കാണാൻ നോക്കി നിൽക്കുന്നത് ഏത് കലാരൂപത്തെയാണ്? എല്ലാം കൊള്ളാം. എല്ലാം തന്നെ. എല്ലാം നല്ല. എങ്ങനെയുണ്ട് അത്തസമയം? കൊറേ പാടുപെടുന്നുണ്ട്. വെയിലിന്റെ ഭയങ്കര കാഠിന്യമായിട്ടുള്ള വെയിൽ കൂടുതലാണ് ഇവിടെ. ബോർഡിനെ വെച്ച് നല്ല വെയിറ്റുള്ളതുകൊണ്ടേ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. കഷ്ടപ്പാടാണല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് എന്നിട്ട് ഇങ്ങനെ ഒരു വേഷം ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞിട്ടും കെട്ടാൻ തീരുമാനിച്ചത്? ഇത്രയ്ക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങളോട് 3 മണിക്കൂർ പറഞ്ഞിട്ടുള്ള പരിപാടി വിളിക്കണ. അങ്ങനെ ആദ്യമായിട്ടാണോ? ഇപ്പൊ പിടിക്കും ആദ്യമായിട്ടാണ്. അപ്പൊ എന്തായാലും ഓണം ഇതുപോലെ അടിപൊളിയായിട്ട് പോട്ടെ. ഇതുപോലെയല്ല, അടിപൊളിയായിട്ട്. എങ്ങനെയുണ്ട് അത്തസമയം? തത്സമയം ഈ വർഷം കുറച്ച് കഷ്ടപ്പാടാണ്. ഇതിനു മുൻപ് വന്നിട്ടുണ്ടോ? ഇതിനു മുൻപ് എല്ലാ വർഷവും വരാറുണ്ടോ? കഴിഞ്ഞ വർഷം ഒഴിച്ചു ബാക്കി എല്ലാ വർഷവും. അപ്പൊ ഇതുപോലെ കലാരൂപങ്ങളിൽ ഉണ്ടാവും. ഇങ്ങനെയുള്ള വസ്ത്രധാരണ രീതിയിൽ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും പറയാറുണ്ടോ? പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം കഴിയുമ്പോൾ അവിടെ കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ അത്തസമയം അടിപൊളിയായിട്ട് ഓണം അടിപൊളിയാവട്ടെ. അപ്പൊ അത്തസമയത്തിന്റെ ചരിത്രം എന്താണെന്ന് അറിയാം?
എത്ര വർഷമായി തുടങ്ങിയിട്ടെന്നറിയോ? അത്തച്ചമയമാണോ പ്രോഗ്രാമാണോ എനിക്കറിയില്ല. ഞാനിപ്പോ ഒരു 6-7 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ശരി. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടൊക്കെ? ഇതിനു മുൻപ് അത്തച്ചമയത്തിന് വന്നിട്ടുണ്ടോ? എല്ലാ കൊല്ലം വരാറുണ്ട്. ഇത്രയും നാള് വന്നതിൽ വെച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇത്തവണ വലിയ മാറ്റമൊന്നും കാണുന്നില്ല. ആ പഴയ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ് അന്നത്തെയാണ് ഇന്നത്തെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പഴയത് തന്നെ. എല്ലാ വർഷവും അത്തച്ചമയത്തിന് വരാറുണ്ടല്ലോ, അത്തച്ചമയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാമോ? സമയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. Thank you.
അത്തച്ചമയത്തിന് വന്നിട്ടുണ്ടോ? എന്നിട്ട് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട കലാരൂപം അതെവിടെ? അങ്ങനെയാണ്. ഇപ്പൊ ഇതിനകത്ത് സ്ത്രീകൾ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. ഇപ്പൊ കൂടുതലും നേരത്തേക്കാൾ കൂടുതൽ സ്ത്രീകളുടെ കലാരൂപം ഉണ്ടല്ലോ. അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ അങ്ങനെ വരുന്നത്? നല്ല കാര്യമാണ്. സ്ത്രീകളുടെ വളർച്ചയാണ്. ഈ അത്തച്ചമയത്തിന്റെ ശരിക്കും കാരണം എന്താണെന്ന് അറിയാമോ? ഇതിനു മുൻപ് അത്തച്ചമയത്തിന് വന്നിട്ടുണ്ടോ? എന്റെ വീട് ഇവിടെ തന്നെ 19 വർഷമായിട്ട് കാണണം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് വർഷത്തെയാണ്? അങ്ങനെ ചോദിച്ചാൽ പഴയതാണ് ഇഷ്ടം. ടാബ്ലോ 10-40 ടാബ്ലോ ഉണ്ടാവുകയായിരുന്നു. ഇപ്പൊ ഈ ഒരു പ്രാവശ്യത്തെ ഏറ്റവും നല്ല കല എന്ന് ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല കല ഏതായിരുന്നു? കഴിഞ്ഞില്ലല്ലോ, അങ്ങനെ വന്നല്ലേ ഉള്ളൂ. കാവടിയൊക്കെ വരുന്നേ ഉള്ളൂ. അത് കണ്ടാലേ കലം വരുന്നു. ഈ അത്തച്ചമയം എന്തിനാണ് ശരിക്കും? അതിന്റെ ചരിത്രം ഒന്ന് പറയാമോ 2 വാക്കില്? പണ്ട് തന്ത്രാക്കന്മാര് രാജാക്കന്മാര് എഴുന്നള്ളിയിരുന്നാണ് പ്രജകളെ കാണാൻ. അതിനെയാണ് ചമയമായിട്ട് കൂട്ടിയത്. ഇപ്രാവശ്യത്തെ അത്തച്ചമയം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കുഴപ്പമില്ല, കാണാം. കാഴ്ചക്ക് എന്തെങ്കിലും ഉണ്ട്. പഴയ പോലെയില്ല. പണ്ട് ഇവരുടെ മാർച്ച് പാസ്റ്റ് ഉണ്ടാവും, റിസർവ് പോലീസിന്റെ NCC ഉണ്ടാവും, കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് ഉണ്ടാവും, നാടൻ കലകൾ ഉണ്ടാവും ഒരുപാട്. ടാബ്ലോ തന്നെ 10-40 ഉണ്ടാവും. അതെല്ലാം കുറഞ്ഞു. പിന്നെ പഴയ കാലത്ത് 9 മണിക്ക് ഇറങ്ങുമായിരുന്നു, 11:30 കയറാം. വെയിൽ കൊള്ളണ്ട കുട്ടികള്. ഇപ്പോ 11 മണിയാകുമ്പോഴാണ് ഇറങ്ങുന്നത്. അപ്പൊ ഈ ഉച്ച വെയിൽ മുഴുവൻ കൊള്ളണം. മറ്റേ വെയിലിന്റെ ചൂട് കൂടുന്നതിന് മുമ്പ് എല്ലാം അവിടെ തന്നെ തിരിച്ചു കയറുമായിരുന്നു. ഈ ഒരു അത്തച്ചമയത്തിൽ സ്ത്രീകളുടെ സ്വാധീനം കൂടുതലല്ലേ ഇപ്പൊ പഴയതിനേക്കാളും? അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അങ്ങനെ കുറവാണ്. പണ്ട് ആൾക്കാർ സ്ത്രീകൾ കലാലയത്തിലില്ലല്ലോ. ഇപ്പൊ തിരിച്ചുണ്ട്, ഇല്ലായില്ല. ഓക്കെ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ അത്തച്ചമയം? നല്ല അത്തച്ചമയം. ഇതിനു മുൻപ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം? ഞങ്ങളിവിടെ എല്ലാ കൊല്ലവും വന്നതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് വർഷത്തെയാ? ഈ കൊല്ലം ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. ഈ അത്തച്ചമയം തുടങ്ങിയിട്ട് എത്ര വർഷമായി? എനിക്ക് അത്ര ഓർമ്മയില്ല. അതറിയില്ല. അത്തച്ചമയത്തിന്റെ ചരിത്രം എന്താണെന്ന് അറിയോ? അത്തച്ചമയത്തിന് ഇവിടുത്തെ രാജാവിന്റെ, കൊച്ചി രാജാവിന്റെ ഒക്കെ ഒരു ചരിത്രമാണ്. അത്തച്ചമയം എങ്ങനെയുണ്ട്? നന്നായിരിക്കും. ഇതിനു മുൻപ് വന്നിട്ടുണ്ട് ഇവിടെ? ഇവിടെ സ്ഥിരമായിട്ട് ജനിച്ചപ്പോ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആണോ? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം ഒന്നിനൊന്നും വെച്ചത്. ശിവന്റെ ഏറ്റവും നല്ല ശിവലിംഗം. ഇതെല്ലാം നല്ലത്. ഈ അത്തച്ചമയത്തിന്റെ പിന്നിലെ ചരിത്രം എന്താണെന്ന് പറയാം? പണ്ട് രാജാവ് ജനങ്ങളെ കാണാൻ വേണ്ടി ഈ വഴി കൂടി നടന്നു പോയിരുന്നു. ഹിൽ പാലസിൽ നിന്ന് വരും. അവിടെ നിന്ന് വന്ന് ഇതിൽക്കൂടി നടന്നു പോയി തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ചെല്ലും. അതാണ് ചരിത്രം. അത് പിന്നെ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത്
ജനകീയമായിട്ട് നടത്തുന്നു. ഇപ്പോ ഇതിനകത്ത് കലയേക്കാൾ കൂടുതൽ രാഷ്ട്രീയമാണ് ഉൾക്കൊള്ളുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കലകളുണ്ട്, രാഷ്ട്രീയം ഒരു വശത്ത് അത് പോവും, അതില്ലാണ്ട് പറ്റില്ലല്ലോ. ഇപ്രാവശ്യത്തെ അത്തച്ചമയം എങ്ങനെയുണ്ട്? തിരക്കില്ല. ഇതിനു മുൻപ് വന്നിട്ടുണ്ടോ? പിന്നെ 20 വർഷമായിട്ട് പോയി. ഈ അത്തച്ചമയം തുടങ്ങിയിട്ട് എത്ര വർഷമായി? വർഷമായെന്ന് ചോദിച്ചാൽ 20 വയസ്സ് മുതൽ ഞാനിവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചു തുടങ്ങിയതാണ്. ഇതിന്റെ ചരിത്രം ഒന്ന് പറയാമോ? ചരിത്രം എങ്ങനെയാണ് ജോസഫ്? ചരിത്രം അറിയാം, അതിന്റെ ചരിത്രം സ്റ്റാച്ചുവിന്റെ അവിടെ നിൽക്കുന്ന രാമവർമ്മ തമ്പുരാനാ, അവരുടെ ഇതിലാണ് ഈ കൊടി പാലസ്തീന്ന് കൊടിമരം തലേദിവസം കൊണ്ടുവന്ന് അന്ന് രാജാക്കന്മാരെ കൊണ്ടുവരുന്നത്. അവിടെ ഇവിടെ തലേദിവസം നാട്ടും വൈകിട്ട്, പിറ്റേ ദിവസമാണ് ഈ പരിപാടി. അപ്പോ ഇതിനകത്ത് ഇപ്പൊ കലയേക്കാൾ കൂടുതൽ രാഷ്ട്രീയമാണ് ഉൾക്കൊള്ളുന്നതെന്ന് തോന്നിയിട്ടുണ്ട്? ഓ, അതൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ മതക്കാരും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. നേരത്തേക്കാളും മതങ്ങൾ മാറി നിൽക്കുന്നത് തോന്നിയിട്ടുണ്ട്? ഒന്നുമില്ല, ഇല്ല. എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രോഗ്രാം, ഒരു ഇതാണ് അത്തം എന്ന് പറയാം. അപ്പൊ എന്തായാലും ഓണം വരെ അടിപൊളിയായിട്ട് പോട്ടെ ഇതുപോലെ. സൂപ്പർ, അത്തച്ചമയം എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാ വർഷം വരാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് വർഷത്തെയാ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അത്തച്ചമയത്തിന്റെ ചരിത്രം ഒന്ന് പറയാമോ? അത്തച്ചമയം അതിന്റെ ചരിത്രം ഒന്ന് പറയാമോ? അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അറിയത്തില്ല അല്ലെ? എത്ര വർഷമായെന്നറിയോ? ഓർമ്മയില്ല. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കലാരൂപം ഏതാ? കണ്ടോ ഏതെങ്കിലും ഒക്കെ? ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? കണ്ടുവരുന്നല്ലോ. ഓക്കെ, എങ്ങനെയുണ്ട് അത്തച്ചമയം? അമ്പാടിപൊളിയാണ്. ഇതുവരെ വന്നേക്കണ നൈസാണ്. മറ്റേ ടാപ്പിളൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇതിനു മുൻപ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഇതിനു മുമ്പ് ഇവിടെ അല്ല, പെറോത്ത വീട്. അപ്പൊ പെറോത്ത ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടില്ല അല്ലെ? അത്തച്ചമയത്തിന്റെ ചരിത്രം അറിയാമോ? ചരിത്രം ഒന്നും നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് അത്തച്ചമയം എന്നറിയോ? അത് പറ്റി എനിക്കറിയില്ല. അറിയത്തില്ല. എൻജോയ് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇനി ഓണവും ഇതുപോലെ തന്നെ അടിപൊളിയാവട്ടെ. അത്തച്ചമയായിട്ട് രാവിലെ മുതൽ ഇവിടെ ഉണ്ടോ? എപ്പോഴാണോ വന്നത്? ഭയങ്കര വെയിലല്ലേ, അപ്പൊ ബുദ്ധിമുട്ടില്ലേ? എന്താ ചെയ്യാം, ജീവിതമില്ല, ചൂടല്ലേ, വെയിലല്ലേ, ബുദ്ധിമുട്ടില്ലേ? ചൂട് പാവങ്കിലേക്ക് ചൂട് തണലൊന്നുമില്ല. മഴ പെയ്യാ വെയിലേക്ക് ഒന്നു. സ്വന്തം സ്ഥലം എവിടെയാ? കന്യാകുമാരി. കന്യാകുമാരി. എത്ര നാളായി അപ്പൊ കേരളത്തില്? കേരളത്തില് കുറെ കൊല്ലായി, 20 കൊല്ലായി. അത്തച്ചമയായിട്ട് എല്ലാവരും ആഘോഷിക്കുമ്പോ നിങ്ങൾക്ക്? ഇല്ല, എവിടെ ഞങ്ങള് ഇപ്പൊ ആദ്യമായിട്ട് വന്നതാ. ഞങ്ങളൊരു ഫോർട്ട് കൊച്ചി വേണ്ടല്ലോ ബീച്ച്. ഈ ഓണമായിട്ട് എല്ലാവരും പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് ആഘോഷമായിട്ടിരിക്കുന്ന സമയത്ത് സങ്കടമുണ്ടോ? നമ്മക്ക് സങ്കടമൊന്നുമില്ല. എന്തായാലും ഓണം നന്നായിട്ട് വരട്ടെ. ഓണം നന്നായിട്ട് അത്രേ ഉള്ളൂ. ഹാപ്പി ഓണം. ഓണത്തിന്റെ തുടക്കം കുറിച്ച അത്തച്ചമയം കലയും സൗഹൃദവും ഒരുപോലെ നിറഞ്ഞു നിന്നൊരു മഹോത്സവം. ജാതിയോ മതമോ നിറമോ രാഷ്ട്രീയമോ ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒരുപോലെ നടന്നു നീങ്ങിയ തെരുവ് വീഥി. കലയും നിറങ്ങളും ചിരിയും ഇവിടെ അവസാനിക്കുമ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിൽ ഓണത്തിന്റെ ആഘോഷം ഇന്നും തുടരുകയാണ്.
അടുത്ത വർഷവും ഇതേ ആവേശത്തോടെ നമുക്ക് എല്ലാവർക്കും അടുത്തൊരു അത്തച്ചമയത്തിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും നേഷൻ ഫസ്റ്റിന്റെ ഓണാശംസകൾ.